സൃഷ്ടികളിൻ നാഥൻ ക്രൂശിതനായി തീർന്നു. സ്ലീബാത്തരുവിന്മേൽ തൂക്കപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഷാർജ സെന്റ് മേരീസ് യൂത്ത് അസോസിയേഷൻ ക്രമീകരിക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നോമ്പിൻ്റെ യാത്രയിൽ പകുതി പിന്നിട്ടിരിക്കുന്ന പാതി നോമ്പിൻ്റെ ദിവസമാണ് ഇന്ന്. പരിശുദ്ധ ദേവാലയങ്ങളിൽ നടുവിലായി സ്ലീബ നാട്ടപ്പെടുന്ന മനോഹരമായ ദിവസം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടുവാനിരിക്കുന്നു. മോശ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതിൻ്റെ ആ വലിയ ദൃഷ്ടാന്തത്തെ സൂചിപ്പിച്ചുകൊണ്ട് ദേവാലയങ്ങളുടെ നടുഭാഗത്തായി ഇപ്രകാരം സ്ലീബ ക്രമീകരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ സ്ലീബ നൽകുന്ന സന്ദേശം എന്താണ് പ്രിയരെ? മനുഷ്യപുത്രൻ ഗൊഗൽത്തായുടെ മുകളിൽ നാട്ടപ്പെട്ടു. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ആ കുരിശ്. നമ്മുടെ നിരാശയുടെ, സങ്കടങ്ങളുടെ, ഒറ്റപ്പെട്ട അവസ്ഥയ്ക്കൊക്കെ ലഭിക്കുന്നതായ മനോഹരമായ ഉറപ്പും സന്തോഷമാണ് ആ കുരിശ്. എന്തിനാണ് മോശ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ നാട്ടിയത്? സർപ്പത്തിൻ്റെ കടി കൊണ്ടവർ രക്ഷപ്പെടാൻ വേണ്ടി സർപ്പത്തിന് രൂപമുണ്ടാക്കി അവിടെ നാട്ടി. യഥാർത്ഥത്തിൽ അവിടെ നാട്ടപ്പെടേണ്ടത് സർപ്പം തന്നെയായിരുന്നു. കാരണം മറ്റൊന്നല്ല, നമ്മൾ എന്തിനെയാണോ ഭയക്കുന്നത് ആ ഭയത്തിൽ നിന്നും ഒളിച്ചോടുവാനല്ലേ നമ്മൾ ശ്രമിക്കാറ്. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിരാശയോ ഭയമോ കടന്നു വന്നാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോകുവാനോ അതിനെപ്പറ്റി ചിന്തിക്കുവാനോ ഒട്ടും ആഗ്രഹിക്കാത്തവരാണ്. ഇവിടെ സർപ്പത്തിൻ്റെ കടിയേറ്റവർ രക്ഷപ്പെടാൻ വേണ്ടി അവർ ഭയപ്പെടുന്ന എന്തിനെയാണോ അതിനെ തന്നെ നോക്കണമെന്ന് പറയുന്ന എന്തിനാണ്? അതാണ് ദൈവിക പദ്ധതി. നിങ്ങൾ എന്തിലാണോ സങ്കടപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ എന്തിനെയാണോ ഭയക്കുന്നത്, നമ്മൾ എന്തിനെ പേടിച്ചിട്ടാണോ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തും. എന്ത് മനോഹരമായ സന്ദേശമാണ് ഈ പകുതി നോമ്പ് നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഇപ്രകാരമാണ്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യെരൂശലേമിൽ നിന്ന് നിങ്ങൾ പോകരുത്. ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അത് പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് വാഗ്ദാനം? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് യെരൂശലേം വിട്ട് പോകരുതെന്ന് ശിഷ്യന്മാരോട് പറയുമ്പോൾ എന്താണ് യെരൂശലേം? യെരൂശലേം എന്ന് പറയുന്നത് ദേവാലയമുള്ള സ്ഥലമാണ്, സുനഗോഗുകളുള്ള സ്ഥലമാണ്, പ്രാർത്ഥനയുള്ള സ്ഥലമാണ്, ആരാധനയുള്ള സ്ഥലമാണ്, കൂട്ടായ്മയുള്ള സന്തോഷമാണ്. എല്ലാം ശരിയാണ്. പക്ഷെ ഇതൊക്കെ യഹൂദന്മാർക്കാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം എന്ന് പറയുന്നത് അത്ര നല്ല സ്ഥലമൊന്നുമല്ല. അവരുടെ നാഥനെ, അവരുടെ ഗുരുവിനെ, അവർ സ്നേഹിക്കുന്ന എല്ലാമായ ക്രിസ്തുവിനെ ചാട്ടവാറ് കൊണ്ടടിച്ച് ക്രൂശിച്ച സ്ഥലമാണ്, അപമാനിച്ച സ്ഥലമാണ്. ആ ഭയത്താൽ ഓടി ഒളിക്കേണ്ടതായിരിക്കുന്ന സ്ഥലമാണ് യെരൂശലേം. ശിഷ്യന്മാർക്ക് ഇപ്പോൾ ഭയമാണ്. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പേടിയാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലം വിട്ട് നിങ്ങൾ വേറെ എങ്ങും പോകരുതെന്ന് ക്രിസ്തു പറഞ്ഞത് എന്തിനാ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. നിരാശകളെയും ഭയത്തെയും വിട്ട് ഒളിച്ചോടി പോകരുത് പ്രിയരെ. പിന്നെയോ മുൻപിലേക്ക് തന്നെ ഓടാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കണം. കാത്തിരിക്കണം. ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളെ പൊതിയും നിശ്ചയം. ഇതാ സ്ത്രീകൾ കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം, കബറടക്കത്തിന് ശേഷം അതിരാവിലെ എഴുന്നേറ്റ് കല്ലറയിൽ സുഗന്ധദ്രവ്യങ്ങൾ വയ്ക്കാനായിട്ട് ഓടുന്നൊരു ഓട്ടം ഉണ്ടല്ലോ. ആ പോകുന്ന വഴിയിൽ അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമുണ്ട്: ഈ കല്ല് ആരാണ് ഉരുട്ടി മാറ്റുന്നത്? ആ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരവുണ്ടോ? ഇല്ല, ആ ചോദ്യത്തിന് ഉത്തരവില്ല. കാരണം ആ കല്ല് അവിടെ വെച്ചത് പീലാത്തോസാണ്. പടയാളികൾ അവിടെയുണ്ട്. പുരുഷന്മാർ പോലും പിടിച്ചാൽ നീങ്ങാത്ത കല്ല് സ്ത്രീകൾ പിടിച്ചാൽ എങ്ങനെ നീങ്ങും? ഉത്തരം കിട്ടാത്ത ചോദ്യം മനസ്സിലുണ്ടെങ്കിലും അവർ ഉറപ്പിച്ചു, നമുക്ക് മുൻപോട്ട് പോകാം.
അതിരാവിലെ പോകാം. കാരണം വേറെ ആരെങ്കിലും കണ്ടാൽ അവിടെ എത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് അതിരാവിലെ ഉത്തരം കിട്ടാത്ത ചോദ്യത്തെ ചങ്കിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഓടിയവർ കണ്ട കാഴ്ച എന്താണ്? അവരുടെ ചെല്ലുമ്പോൾ കല്ല് നീങ്ങിയിരിക്കുന്നതായിട്ട് കാണുകയാണ്. അതെ, ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുണ്ടാകാം, നിരാശയുണ്ടാകാം, സങ്കടമുണ്ടാകാം. എന്നാൽ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മളെ ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ കൃപയുണ്ടെന്ന് വിശ്വസിച്ച് ധൈര്യമായി മുമ്പിലേക്ക് പോകും. ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കണം. ഇതാണ് പ്രിയരെ പാതി നോമ്പിൽ പരിശുദ്ധ ദേവാലയത്തിൽ നാട്ടപ്പെടുന്ന ഗോകുൽത്ത അസ്ലീബ നമുക്ക് നൽകുന്ന സന്ദേശം. അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ. അത് ആശ്വാസമായി തീരട്ടെ. ആ പരിശുദ്ധമായ കുരിശ് കാണുമ്പോൾ എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ നിശ്ചയമായും ആ കുരിശ് എൻ്റെ എല്ലാ സങ്കടത്തിനുമുള്ള ഉത്തരമാണെന്നുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് പോകാൻ, മുൻപോട്ട് ജീവിപ്പാൻ, സന്തോഷത്തോടെ ജീവിപ്പാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എഴുതി തന്മീതെ ഇവനിസ്രായേലിൻ മന്നൻ രക്ഷകന ഈശോ എന്ന